എല്ലാരും സൈഡ് മാറേണ്ടതാണ് പ്രമുഖ യൂട്യൂബർ അതേപോലെ തന്നെ കണ്ണിലുണ്ണിയായ അമ്പു എന്തോ പെരുന്നാളായിട്ട് ട്രിപ്പ് പോയാലാടാ. നമ്മുടെ പുതിയൊരു സ്വാഗതം. നമ്മൾ പെരുന്നാളായിട്ട് നമ്മളെല്ലാവരും കൂടെ ചെറിയൊരു ട്രിപ്പ് പോകാനായിട്ട് നിൽക്കുവാണ്. പൊന്മുടിയിലോട്ടാണ് പോകുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ കാറിൽ പോയി ചെറിയൊരു പണിയൊക്കെ കിട്ടിയതാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ പയ്യന്മാരെല്ലാവരും ഉണ്ട്. അത്രയുള്ള കേസ്. അപ്പം നമ്മളെല്ലാവരും കൂടെ ചെറിയൊരു പൊന്മുടി ട്രിപ്പ് പോയിട്ട് വരാം. അപ്പം പിന്നെ രാവിലെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളെന്തെങ്കിലും അത് കണ്ടിട്ട് വാ. അപ്പം നമ്മൾ അങ്ങോട്ട് പോകാം. പെരുന്നാളിന്നല്ലോ കേസ്, ഇന്ന് വലിയ പെരുന്നാളാണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ രാവിലെ പള്ളിയിലോട്ട് പോകാനായിട്ട് നിൽക്കണം. 8 മണിക്കാണ് നിസ്കാരം. ഇപ്പോൾ 7:45 പെട്ടെന്ന് പോയില്ലെങ്കിൽ നിസ്കാരം കിട്ടില്ല. അപ്പം നമുക്ക് നേരെ പള്ളിയിലോട്ട് പോകാം. കേസ് അപ്പം നമ്മൾ കല്ലറ എത്തിയിട്ടുണ്ട്. ഇതാണ് പള്ളി. അപ്പോൾ പള്ളിയിലോട്ടൊക്കെ കയറിയിട്ട് വരാം. ഇതാണ് പള്ളി. കേസ് അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് അതുപോലെ ഖബറിലൊക്കെ പോയി വാപ്പുമ്മയുടെയും ഉമ്മമാരുടെ ഉമ്മ അവരൊക്കെ അവിടെയാണ് അടക്കി വെക്കുന്നത്. അവരെയൊക്കെ പോയി കണ്ട് എന്നിട്ട് ഞാനും അനിയനും റിജാസും യാസീനും ഉണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കറങ്ങി പതിയെ പോവാം അല്ലേ. വണ്ടി നമ്മളിതോ വർക്ക്ഷോപ്പിന്റെ അവിടെ സൈഡിലായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. കേസ് അപ്പം ഇനിയിപ്പോൾ ഉമ്മമാരെ അങ്ങോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ ഉപ്പ പള്ളിയിലിരിക്കണേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴേ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അങ്ങോട്ടൊന്ന് പോകണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോകാം. അപ്പം നമുക്ക് ഇവിടേക്ക് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. കേസ് അങ്ങനെ നമ്മൾ നേരെ തണ്ണിയ സ്റ്റേഡിയത്തിലോട്ട് വന്നപ്പോൾ കാശിയുടെ പിള്ളേരൊക്കെ ഇവിടെ നിൽക്കുന്നത്. എന്താടേ പരിപാടി? ഓ കാക്കയുടെ യാസിക്കാക്ക സീൻ തന്നെ. പണ്ട് ഞാൻ കുറേ ട്രൈ ചെയ്ത്, എനിക്ക് പറ്റിയില്ലതോ. കേസ് അങ്ങനെ യാസിന്റെ കുറച്ച് നേരത്തെ കലാപരിപാടികൾക്ക് ശേഷം നമ്മളെല്ലാരും കൂടെ ഒരു യാസിയും വെള്ളം മേടിച്ചു. അവൻ തളർന്ന്, അവൻ ക്ഷീണിച്ച് കേസ്. അതുകൊണ്ട് അവൻ ഒരു വെള്ളം മേടിച്ചില്ലാന്ന് പറഞ്ഞ് നമ്മളെല്ലാരും കൂടെ വന്നിരിക്കുകയാണ് യാസിന്റെ ചെലവ്. അപ്പൊ യാസിൻ പോയിട്ട് നമുക്ക് വെള്ളം കുടിക്കാം. നമുക്കൊരു വെള്ളം കുടിച്ചിട്ട് കേസ് അങ്ങനെ നമ്മൾ വെള്ളം കുടിക്കാൻ കയറി. ഒരു രക്ഷയില്ല. കടയുടെ പേര് എന്റെ പൊന്നെ. ഇവിടെ കയറിയിട്ട് നമ്മൾ വെറും പഞ്ചസാര ലായനി മാത്രം. നമ്മുടെ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റുള്ള സൺ ബേക്കറി കയറിയിട്ട് വെള്ളം കുടിച്ച അവസാനം നമ്മൾ ഇത്തിരി മധുരം കൂടുതലാണ്, മധുരം കുറച്ച് തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മൾ കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ വേറെ എങ്ങും പോയില്ല. ഈ കടയുടെ വെളിയിൽ ഇറങ്ങിയില്ല. നമ്മൾ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഇവിടെ നിന്ന് പുള്ളിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ വെള്ളം കൊണ്ട് കളയുകയും ചെയ്തു. നമ്മൾ വേറെ ഒന്നും പറഞ്ഞില്ല, മധുരം കുറവാണെന്ന് മാത്രമേ പറഞ്ഞു. മധുരം കൂടുതലാണ്, കുടിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ വെള്ളവും കാണാനില്ല. സീനൊന്നുമില്ല. നമ്മളെന്തായാലും പൈസ കൊടുത്തിട്ട് നമുക്ക് പോവാൻ. പെരുന്നാളായിട്ട് നല്ലൊരു വെള്ളം തന്നെയായിരുന്നു. കൊള്ളായിരുന്നല്ലേ. താങ്ക് യു മാമ. സൺ ബേക്കറിക്ക് 2 കിലോ പഞ്ചസാര കുഴപ്പമില്ല. എന്നാലും നീ മാത്രമേ ഫുള്ള് കുടിച്ചോളും. മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിയല്ലേ യാസീനെ. കേസ് അങ്ങനെ നമ്മൾ 4 വെള്ളത്തിന് പൈസയും കൊടുത്തിട്ടുണ്ട്. മാമനെ ഹാപ്പി, നമ്മൾ ഹാപ്പി അല്ല, എന്നാലും കുഴപ്പമില്ല. പെരുന്നാളായിട്ട് കേസ് കാണാൻ ക്ഷീണിച്ച് ഒരു വെള്ളം കുടിക്കാനായിട്ട് പോയതാണ്. നമ്മുടെ നാടാ കൊണ്ട് പറയാല്ല, ഇങ്ങനെ ആയിപ്പോയി. യാസിന് നേരെ ഞാൻ എടുക്കാം യാസിന്. കേസ് അങ്ങനെ നമ്മൾ നേരെ പള്ളിയിലൊക്കെ പോയിട്ട് വെള്ളമൊക്കെ കുടിച്ച്, നല്ല വെള്ളമായിരുന്നു. വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ ഒന്ന് ക്ഷീണം മാറ്റാനായിട്ട് കടലാനി പറയാൻ വന്നിട്ട് നേരെ ഇനി നിനക്ക് എന്ത് ഇറച്ചി മേടിക്കണ്ടല്ലേ? ഇവന് ഇറച്ചി മേടിക്കാനുണ്ട്. നമുക്ക് വേറെ പരിപാടി ഒന്നുമില്ല. ഞാനും റിജാസും കൂടെ നേരെ വീട്ടിലോട്ട് പോകുന്നു. ഉമ്മാരെ ഇറച്ചിയൊക്കെ മേടിച്ചിട്ട് വരുന്നു. ഉച്ചയ്ക്ക് ശേഷം ചെറിയൊരു പ്ലാൻ വെച്ചിട്ടുണ്ട്. അത് നടക്കുവാണെങ്കിൽ കാണിച്ചു തരാം. സർപ്രൈസ്. കേസ് അപ്പോൾ നമ്മുടെ അമ്പൂനെ കിട്ടിയിട്ടുണ്ട്. അമ്പൂന് ജോലിയൊക്കെ കിട്ടി കേട്ടാ. അമ്പു നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയി. കേസ് എറണാകുളത്തായി. ഞാൻ എറണാകുളത്ത് വന്നപ്പോൾ അമ്പു നേരെ എറണാകുളത്ത് പോയി. കേസ് അപ്പം നമ്മളെല്ലാവരും കൂടെ ഒന്ന് പൊന്മുടി പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വണ്ടി എടുക്കാനായിട്ട് വന്നതാണ്. അളിയന്മാരായി, ഒഫീഷ്യലി അളിയന്മാരായി. അസ്ലോ ഫായിസ്. കേസ് അപ്പോൾ നമുക്കിനി എന്തായാലും വണ്ടി എടുത്ത് പയ്യന്മാരായിട്ട് സ്റ്റാർട്ട് ചെയ്ത്. ഫോൺ എൻ്റെ കയ്യിലാണ്. അവർ നമ്മുടെ മുമ്പേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർ പോകുന്നു. റോക്കള്ളനല്ല, അമ്പു പഠിച്ച സ്കൂളാണിത്. അവർ മുമ്പേ പോയി. ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്. ഓർമ്മകൾ വേരോടി. നമ്മളെല്ലാവരും കൂടെ പൊന്മുടിയിലോട്ട് പോയിട്ട് കുറേ നാളായി. ഇപ്പോഴാണ് എല്ലാവരും ഒന്ന് ഒത്തുകൂടിയത്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഇതാണ് നമ്മുടെ സുമതി വളവ്. അച്ഛോ ഒരെണ്ണം എടുക്കട്ടാ. സുമതി ഒരു ദിവസം രാത്രി ഇവിടെ വന്നാലോ? ചലഞ്ച്.
ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ പാലോട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടിയല്ല, കുറേ ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. പോട്ടെ ഗായ്സ്, അങ്ങനെ നമ്മൾ പാലോട് നിന്ന് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ വരുവാണ് ഏട്ടായി. ഊതായിരുന്നു അവനെ ഊതി അങ്ങ് വിട്ട്. വസീമിന്റെ അത്യുജ്വലമായ റൈഡിംഗ് സ്കില്ലുകളാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വനാന്തരങ്ങളിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഒരു റൈഡർ കൂട്ടം കണ്ടു മലനിര കണ്ടു താഴ്വര. നമ്മൾ വിജയിച്ചു. പാസില്ല. അതെവിടെ ഒതുക്ക്. കാര്യം ചെയ്യും അസീമേ, അത് യാസിനടുത്ത് കയറി. അപ്പൊ നമ്മളെല്ലാരും ഇതാ പൊന്മുടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഇത് തിരക്കാവുണ്ട്, ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. ഇത് നമ്മുടെ വിജയം. അപ്പൊ നമുക്കിനി എന്തായാലും ഉള്ളിലോട്ട് പോകാം. ആരുമില്ലേ ഇവിടെ? അപ്പൊ നമുക്കിനി നേരെ പൊന്മുടി. ഒരു ഇത് ശരിയാണെങ്കിൽ മഞ്ഞ് കാണാൻ ചാൻസ് ഉണ്ട്. കേസ് അങ്ങനെ ഞാൻ ആക്സിഡന്റ് ആയ സ്ഥലം പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുക. കരയടാ കര. ആ ഒരു സ്ഥലം കണ്ടു വല്ല പരിചയമുണ്ടോ? ഏരിയ ഇതാണ്ടാ അവിടെ നിന്ന് ഇറങ്ങിയത് ദോ അങ്ങനെ. അങ്ങനെ അതാണ് നമ്മുടെ സ്ഥലം. എല്ലാരും കണ്ടല്ലോ? അതെയല്ലോ. അതെ ഹർഷ ഇവിടെ. ഇത് ഹർഷന് അനിയനും കൂടെ വരട്ടെ. ഹർഷ ആ സ്ഥലം മനസ്സിലായോ? അതാണ് ആ സ്ഥലം. പോവാ എല്ലാവർക്കും. നമ്മൾ അവസാനം എന്താ പൊന്മുടി റീച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാനായിട്ടാണ് ഇത്രയും വലിയ ക്യൂ. നമുക്ക് കിട്ടിയിട്ടുണ്ട്. കേട്ട് വിട്ടില്ലടാ ബ്രോ, ഞാൻ പറഞ്ഞതാ. എനിക്കിവിടെ പിടിയുണ്ട്. ഇവിടെ മൂന്നാറിൽ പോയിട്ടേ അക്ക് പറയണേ താഴത്തെ റിസോർട്ടിലുള്ള നീ ഏതാണോ നായ. ടിക്കറ്റ് ഇട്ട് കയറുവാ. നീ വണ്ടി എടുത്തിട്ടോ അവിടെ. ഫ്രഷ് 5 മാർക്ക് 2 കയ്യടി. മൂന്നാറില്ലാത്ത കോട. മൂന്നാറില്ല സത്യം. ഒരു രക്ഷയില്ലാത്ത തിരക്ക് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. നമ്മളങ്ങനെ ഇവിടെ ഒരു സ്ഥലത്താണ് എല്ലാവരും പാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ പെരുന്നാളായിട്ട് നല്ല തിരക്ക്. അങ്ങനെ വെള്ളം മേടിച്ചിട്ടുണ്ട്. ചെറിയൊരു സർപ്രൈസ് ഉണ്ട്, കാണിച്ചിട്ട് എല്ലാരും സർപ്രൈസ്.
അപ്പൊ നമ്മൾ പൊന്മുടിയിൽ എത്തിയിട്ടുണ്ട്. യാസിന്റെ ഓരോ കോമഡിക്കും നമ്മൾ കൈയടിക്കേണ്ടതാണ്. നിങ്ങൾ കൈയടിക്കേണ്ടതാണ് യാസിന്റെ ഓരോ കോമഡി. അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. ഇഷ്ടം പോലെ ഫുൾ ആൾക്കാരാണ് കേട്ടോ. തിരക്കോട് തിരക്ക്. എന്റർടൈൻമെന്റ് പാണ്ടിക്കരിമ്പാറ പോലെ എല്ലാരും അടിച്ചു കയറി അച്ഛനാണ് ഈ കൂട്ടത്തിൽ മടിയെന്നാ പറഞ്ഞത്. അത് മാറ്റണം അച്ചു. അച്ഛന് എങ്ങും പോവാൻ ഇഷ്ടമല്ലെന്നങ്ങനെ പറയുന്നത് അല്ലടാ കാണാ. കുളിയൊക്കെ എടുത്ത് വെച്ചേക്കാണ് കൊച്ചു കാണാൻ. കണ്ണനെ എവിടെ കൊണ്ടിട്ടാലും അല്ലേ കാണാ. ഇവന് പനി അവസാന നിമിഷം വരെ പറഞ്ഞില്ല. ചത്തു കുത്തി കിടക്കണം. എന്റെ ഉമ്മ പറഞ്ഞു അവനെ കൊണ്ടുപോകണം, അവന് വയ്യ, ഒട്ടും വയ്യെന്ന് ഇങ്ങനെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ ഞാനും ഉണ്ട്. ഒരു വണ്ടി കറക്റ്റ് നമ്മൾ 12 പേര് പിന്നെ കണ്ണന് വേണ്ടി നമ്മൾ ഒരു വണ്ടി മാത്രം ഒറ്റയ്ക്ക് എടുത്ത് അല്ലേ കണ്ണാ? അതെ അതെ ഷെരീഫ് മാമാരുടെ സീനാമിയുടെ തങ്കപ്പെട്ട ഒരു പുത്രൻ. നാട്ടിലെ ഒരേ ഒരു മാന്യ സത്യം. ഞാൻ കഴിഞ്ഞാ പിന്നെ ഇവനാ. കൊള്ളാം കേട്ടാ. മഞ്ഞ് പോയല്ലേ അമ്പു. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ഇവിടുത്തെ മഞ്ഞും പോയി. ആദ്യം പോണാ? ഐശ്വര്യ ആദ്യം പോയാലേ കാര്യമുള്ളൂ അല്ലേ അമ്പു? ആദ്യം പോട്ടാ. ഇതാ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഓടി ഓടി വരുന്നു. ഇതോ അവിടെ ഒരു സബ്സ്ക്രൈബർ. ഹായ്, പേരെന്താ? ആദിത്യ. ശ്രീഹരി. നന്ദകൃഷ്ണൻ. ഫോട്ടോ എടുക്ക. അടുത്ത സബ്സ്ക്രൈബേഴ്സ് എവിടെ? എന്റെ അമ്പൂനെ തിരിച്ചറിയാ. അമ്പു അയ്യേ, അമ്മു അല്ലടാ, അമ്മൂന്ന് വിളിച്ചത്. പേരെന്തായിരുന്നു? ഷിബിജ. ദുർഗ. വേറെ ആരൊക്കെ വരുന്നുണ്ട്? ആ സെൽഫി എടുക്ക. അച്ചു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് നമുക്കെല്ലാം. മഞ്ഞ് അമ്പു മഞ്ഞ് വരുന്നുണ്ട്. അമ്പു നീ വിഷമിച്ചാ? ഓ പോട്ട്. ഇത് നമുക്ക് ഇഷ്ടംപോലെ പയ്യന്മാരുണ്ട് കേട്ടാ അല്ലേ? എങ്ങനെയുണ്ടാ ട്രിപ്പൊക്കെ? അത്രേ ഉള്ളേ. ചെവിയാണ് അത്. നീ ജസ്റ്റ് തുപ്പലി പിടിച്ചിറക്കിയാ മതി. അല്ലെങ്കിൽ ഇവിടെ നമ്മള് പോയിട്ട് എടാ എന്തിന്റെ പിണ്ടം? ആടിന്റെ പുഴുക്ക. വരയാടുണ്ട് കേസ് ഇവിടെ. അയ്യോ, ആരാ പറഞ്ഞത്? ഇതണക്കാണല്ലേ? നമ്മൾ ഓഫ് റോഡാണ് പിടിച്ചേക്കുന്നത്. ഇവിടുന്ന് അവിടെ കാണാൻ പോലും പറ്റുന്നില്ല. കാശ് ആദ്യമേ കയറി പോയി. ഇതാണ് ഇതിനെ പോവാണ്. ഇതിനെ കയറി പോ. അങ്ങോട്ട് പോയിട്ട് അവിടെ അല്ല ആള്. അത് കുഴപ്പമില്ല. പാ മേലിൽ പോയിട്ട് വരും. അതെ, അമ്പൂന് വയ്യെന്ന് തോന്നണ കേട്ടോ. അതാണ് അമ്പൂ ഓരോ അടവ് എടുക്കുന്നത്. കേറിയാ അത്രയുള്ള പിണ്ണ. കൊള്ളാം കേട്ടോ. ഭയങ്കര വൈബ്. കാറ്റുണ്ടല്ലേ ചെറിയ? ഞാൻ ഈ പറയണൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ കറക്റ്റ്? അപ്പൊ റിജാസ് പറയുന്നു ഇവിടെ ഏതോ ഒരു കിടിലൻ സ്ഥലം ഉണ്ടെന്ന്. ഇവിടെ എവിടെ? അവിടെ പോ. എടാ അവിടെയാണ് മറ്റേ സിനിമ ഷൂട്ടിംഗ് നടന്ന സ്ഥലം. അടുത്ത മഞ്ഞുമേൽ. അപ്പൊ നമുക്ക് അതിന്റെ വണ്ടി കയറാം. അതിനകത്ത് ഇഷ്ടംപോലെ ആൾക്കാർ കയറി പോകണുണ്ട് കേട്ടോ. അടിച്ച് കയറി വാ. അതിന്റെ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, അവിടെ ലോക്ക് ചെയ്ത് വെച്ചേക്കണം. പക്ഷെ നമുക്ക് അതുവരെ പോയി അവിടെ കാണാം. അവിടെ നിന്ന് ഒരു കിടിലൻ വ്യൂ ഉണ്ട്. എടാ അവിടെയും കൂടെ പോകണം കേട്ടോ. അവിടെ കിടിലൻ സ്ഥലമാണ്. നല്ല ആളുണ്ട് കേട്ടോ. ഇത്രയും ആളുള്ളപ്പോ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എടാ ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും കൊണ്ടാടാ? ഉണ്ടാ? നീ ആദ്യമായിട്ടാണ്? വേറെ ആരും ഇല്ലല്ലോ ആദ്യത്തിൽ.
നമ്മുടെ തക്കുട് മാത്രമാണ് ആദ്യം. അപ്പൊ തക്കുടിന്റെ റിവ്യൂ നമുക്ക് അവസാനം എടുക്കാം. അതെ, തക്കുടിന്റെ എക്സ്പീരിയൻസുകൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചറിയാം. കാശിയൊക്കെ തളർന്ന് കാശിക്കൊന്നും വയ്യ. ഇതേ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം അറിയോ? ഒരു ദുൽഖറിന്റെ പടമൊന്നുമല്ല എടാ, ഒരു പോലീസുകാര് ഇവിടെ വെച്ച് ഒരു കൈയൊക്കെ കാണും. സ്വന്തം ഭാര്യനെ ആരെ വെട്ടിക്കൊന്ന് കുഴിച്ചിരുന്ന സ്ഥലമാണിത്. ആ സിനിമയുടെ പേര് അല്ലടാ, ഒരു പോലീസുകാരൻ മറ്റേ ഇടിയൊക്കെ ഇടിമിന്നൽ അല്ലടാ, അത് ഇലവിഴ പൂഞ്ചിറലാണ്. സൗബിന്റെ പടം. സൗബിന്റെയാണ്. പക്ഷെ അതിന്റെ കുറച്ച് പാർട്ടുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. പറയും നമ്മൾ ഒത്തില്ല ഇവിടെ എടുത്തിട്ടുണ്ടാ. അവൻ വന്നിരിക്കുന്ന പാറ ഇതാണ്. ആ അതെ, ഞാൻ കണ്ടുപിടിച്ചതാണ്. അയ്യോ മറിഞ്ഞതാ ദേവിയേ. അവിടെ എവിടെയെങ്കിലും ഇരി. എന്നാ ഇത് നീ എന്റെ തലയിൽ അടിച്ചേപ്പിക്കണ്ട. അവിടെ കൈ വെച്ചോ. തക്കൂടെ എങ്ങനെ ഉണ്ടാ? കൊള്ളാല്ലേ? ഇഷ്ടപ്പെട്ട്? ഓ റിജാസ് ഓടി നടക്കുന്ന സ്ഥലം കണ്ടുപിടിക്കുന്നു. വിളിച്ചോണ്ട് പോകുന്നു. വാ, അവിടെ ആരൊക്കെ ഡാൻസ് കളിക്കുന്നു? അതെ, നമ്മുടെ റിജാസ് ആണ്. അല്ല, നമ്മുടെ മാപ്പാണ് റിജാസ്. അപ്പൊ നമ്മളിവിടെ എത്തിയപ്പോ നമുക്ക് വേറൊരു ഗ്യാങ്ങിനെ കിട്ടിയിട്ടുണ്ട്. അത്രേ ഉള്ളു. സ്ഥലം എവിടെ നിങ്ങൾ എവിടാ? അഞ്ചൽ. ഓ അടിച്ചു കയറി വാ. അത്രേ ഉള്ളു. ഇനി നമുക്കൊരു വീഡിയോ എടുക്കാം. അത്രേ ഉള്ളു. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? നമുക്ക് അടുത്ത താഴെ ഒരു പാറ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും അങ്ങോട്ട് പോവാം. അതാണ് ഈ റിയാസ് ഓടി നടക്കുന്നു, സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നു, വന്ന് പറയുന്നു, നമ്മൾ കൂടെ പോകുന്നു. റിയാസ് പയ്യെ പോണം. താഴെ നല്ല എടുക്കേണ്ടി വരും. നോക്കി റിജാസ് ഒക്കെ ഇനി എവിടെയെങ്കിലും പോണേ റിജാസിനെ കൊണ്ടുപോവാ. എടാ മുട്ടുപടക്കാത്ത അമ്പൂനെ കടാ. മുട്ടുപടക്കാത്ത അമ്പുമൊക്കെ സൂക്ഷിച്ചു തരണം. അപ്പം ഈ ഒരു പാറ പറഞ്ഞോണ്ടേ കയറാം. ഇത് കൊള്ളാം കേട്ടാ. ഇത് വിശ്വാസമാണ്. ഞാൻ ഇങ്ങോട്ട് ഇതുവരെ വന്നിട്ടില്ലേ. നിങ്ങൾ ഇങ്ങോട്ട് വന്നോ? മുഹമ്മദ് സുഭാഷ് പോയാലും ഇടയിലായി പോയത്. കാറ്റുള്ളതുകൊണ്ട് എത്രത്തോളം സൗണ്ട് കിട്ടുമെന്ന് അറിയില്ല. അതെ ഒരിക്കലും നമ്മള് പറഞ്ഞതൊക്കെ നമ്മളെല്ലാരും ഇറങ്ങുന്ന റിജാസ് പോണ്. റിജാസ് ലൂസ് അടിക്കട. ആരെ ഹെൽമെറ്റ്? റിജാസ് അടുത്ത സ്ഥലം എന്തിരുതേ. നല്ല തണുപ്പുണ്ട്. പോണ വഴിയൊക്കെ കേറി വരാൻ അറിയണം. കണ്ടു നമ്മളൊരു പാറയ്ക്കകത്ത് കയറി എല്ലാരും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെയുണ്ടാ? എങ്ങനെയുണ്ട്? സൂപ്പർ. കുറച്ച് ഇവിടെ ഇരുന്നിട്ട് പോവാം. അപ്പൊ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം. ഹെൽമെറ്റ് കൊണ്ടുവന്നാൽ ഹെൽമെറ്റ് ഒക്കെ എടുക്കുക. റിയാസ് ചാടി നിൽക്കുക. അടുത്ത സ്ഥലം കൊള്ളാൻ കേട്ടോ. നല്ല മഞ്ഞ്. നമ്മുടെ നിന്ന സ്ഥലത്തൊക്കെ മഞ്ഞായിക്കും. കണ്ടു
മലനിര ഹോ കണ്ടു താഴ്വര മാമരം കണ്ടേ ചോല കണ്ടേ ഇലകൾ കണ്ടേ ആരാ വീണ ബ്രോ വീട് 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 അനിനും ചേട്ടനും കൂടെ അവിടെ നില്ലേ അല്ല പുള്ളി അവിടെ അങ്ങോട്ട് ഇവിടെ മരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അമ്പൂന് വയ്യ ആ എന്നാ വാ സെറ്റ് ഇതുകൊണ്ടാ അവിടെ ഒരു പാറയുണ്ട് അങ്ങോട്ടൊന്നും കാണാൻ വയ്യളിയ അവിടെ റോഡാണ് കോടമഞ്ഞിപ്പാടാ സ്വാമിയേ സ്വാമിയേ അയ്യപ്പ വള്ളിക്കെട്ട് ശബരിമലക്ക് കല്ലും വെള്ളും എടാ അങ്ങോട്ട് കൊള്ളാം കേട്ടോ അങ്ങോട്ടാണ് അടുത്ത സീസണിൽ നമ്മൾ പുൽമേട് വഴി ഒരു ശബരിമല ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. കൂടെ വരാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം. കൊണ്ടുപോകില്ല. ഇവിടെയൊക്കെ സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ ഞാൻ ഇതൊക്കെ മിസ് ചെയ്ത്. നീ ഇത്രയും ഓ എല്ലാ തവണ നമ്മൾ യൂഷ്വലി വരുന്ന സ്ഥലങ്ങൾ ഇത് റോഡെത്തി. അത് കൊള്ളാം. ഡാൻസ് കളിക്കാം. എടാ ഇത് തേയില കണ്ടാ തേയിലെന്നുള്ള ആ തേയിലെന്നുള്ള ഇങ്ങനെ വേണം തേയിലെന്നുള്ള. എന്തിനാണ് നീനെ കുറിച്ചാടാ നമുക്ക് വേണ്ട. ഇതിന്റെ സാധനം എന്തിനു നോക്കിട്ട് ഇതെന്തിനാ ഇതെന്തോ ശംഖുപുഷ്പം പിന്നെ നീലച്ചടയൻ നീലച്ചടയനല്ല. ഓം ശുക്ലാം ഭദ്രം വിഷ്ണു ശശിവർണം ചതുർഭുജം യാസീനെ വെല്ലിക്കൊണ്ട് ഇത് അമ്പു അങ്ങനെ 2 പൂക്കൾ പറിച്ചിരിക്കുന്നു. അടിയ നമ്മളെ ഒരു പൂവിന് ഇഷ്ടമാണെങ്കിൽ അത് പറിക്കും, സ്നേഹമാണെങ്കിൽ അത് അവിടെ തന്നെ നിലനിർത്തും. അവന് ഇഷ്ടമാണല്ലേ? ആ അതാ അവിടെ അടുത്ത പൂവ് പറിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ അപ്പൊ ഈ പറഞ്ഞോണ്ട് ഇവിടെ കേരള KDK ബോയ്സ്. അങ്ങനെ നമ്മള് കല്ലടിക്കിനെ ഷോർട്ട് ഫോം ആക്കിയിട്ട് KDK കല്ലടിക്കൽ. എടാ മറ്റേ മഞ്ഞുമൽ സീനില് മറ്റേ എഴുതുമ്പോഴത്തേക്ക് നീ മേലെന്ന് വീഴും. നമ്മൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആക്കിട്ട് നീ ചാട്. ലൂസ് അടിക്കടാ റിയാസ്. KDK ബോയ്സ്. അമ്പൂൽ അങ്ങനെ ഇംഗ്ലീഷ് അറിയാൻ തെളിയിച്ചിരിക്കുന്നു. ആരുടെ അവിടെ കിടക്കണേ ഇതൊക്കെ കണ്ണെന്തോലെ അവിടെ സോളോ വൈബ്. നമ്മള് റോഡെത്തി കേട്ടോ. നമ്മള് മേലെന്ന് കറങ്ങി അവിടെ റോഡെത്തി. കേറിയാ നന്നായി. ഇനി ഇറങ്ങിക്കോ. അമ്പൂടെ വരയ്ക്കണ കോൺട്രാക്ട് എടുത്ത് കേട്ടോ. അപ്പൊ ഇതാണ് റോഡ്. ഇവിടെയാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ വന്ന ആരെങ്കിലും ഇത് ഫോട്ടോ എടുക്കുവാണെങ്കിൽ നമ്മൾ റീമെൻഷൻ അടിക്കുന്നതായിരിക്കും അല്ലേ അമ്പൂ? അതെ. ഓ കേസ് അങ്ങനെ ഇവിടുത്തെ അഡ്വഞ്ചർ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി റോഡിലോട്ട് ഇറങ്ങുവാണ്. സമയം എത്രയാടാ? 5:30 കഴിഞ്ഞു. 5:30. ഇറങ്ങി വരൂ മക്കളെ. 2, 3 സ്റ്റാർട്ട്. കണ്ടു മലനിര ഹോ കണ്ടു താഴ്വര മാമരം കണ്ടേ കൊള്ളാം.
ഇപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്, പാട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മൾ വണ്ടി വെച്ചേക്കുന്നത്. നമ്മൾ ഇവിടുന്ന് കറങ്ങി അങ്ങനെ വന്ന് ആ റോഡിൽ ഇറങ്ങി വീണ്ടും നമുക്ക് മുന്നിലോട്ട് പോകാം. കേസ് ഇപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വേറെ ഏതൊരു സ്ഥലം പോലെ ഉണ്ടല്ലേ, ഇഷ്ടം പോലെ ആൾക്കാർ. അതെ കേസ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ഒരു വൈബ് വണ്ടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും 2 സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് പോയല്ലടാ. അടുത്ത വണ്ടി അപ്പൊ നമ്മള് ഇതേപോലത്തെ നമ്മൾ അടുത്ത ഇതുപോലൊരു വണ്ടിയിൽ ട്രിപ്പ് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെ ബ്രോ. നമുക്ക് നമ്മൾ അങ്ങോട്ടാണ് പോയത്, അവിടെ നിന്ന് കാണാൻ പോലും പോയി. അതുവഴി കറങ്ങി 10 പാറയിൽ കയറി ഇറങ്ങി റോഡ് വഴി പിന്നെ കയറി. അപ്പൊ നമ്മളിതാ ഇവിടെ ഒരു വ്യൂ പോയിന്റ് കൂടെ ഉണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ആൾക്കാരുണ്ട്. സത്യം കേട്ടോ, അന്ന് നമ്മള് മൂന്നാർ പോയിട്ട് ഒരു തേങ്ങയും കിട്ടിയില്ല. മൂന്നാറിലുള്ളവർ ഇവിടേക്ക് വാ. അതെ, ഇതാണ് സ്വർഗം. കുറച്ചേരം അവിടെ ഇരുന്നിട്ട് ഇനി നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും കാണാം. അങ്ങോട്ട് ആൾക്കാരൊക്കെ പോകുന്നു. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. റിജാസൊക്കെ ചുമ്മാ ചാടി വരും. അമ്പുതാ മഴയൊക്കെ പീപ്പിക്കുന്നു. മഴ വരുന്ന അല്ലല്ല ഗേസ്. അപ്പൊ നമ്മളെല്ലാരും കൂടെ ഇവിടെ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഇതോ അവിടെ വെയില്, അത്ര ഭാഗത്ത് മാത്രം വെയില് വന്നിട്ടാ പൂ ഗേസ്. ചെറുതായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട്. മഴ ഹായ് ബ്രോ, പേരെന്തായിരുന്നു? ഹനാൻ. Down, up down. ആ ഒരു മനസ്സേ അല്ലേ? ഇനി ഇവിടെ ഇരിക്കാം. അമ്പു ഡൗൺ ആയി കേസ്. അങ്ങനെ നമ്മളിതാ പോകുന്ന വഴിക്ക് ഇതാ 2 പയ്യന്മാര് മുതുക്ക് സ്പീക്കറൊക്കെ എടുത്തോണ്ട് വരുന്നു. ഞാനിന്ന് നമ്മളിവിടെ ഒരു ഓളം സൃഷ്ടിച്ചിരിക്കുന്നതാണ്. അതെ, അതെ ഓളം സൃഷ്ടിച്ചിരിക്കുന്നു. ഹായ് ബ്രോ. ഹായ്. നല്ല പാട്ട്. Guys, are you ready?
അങ്ങനെ അവിടുത്തെ പരിപാടി അവസാനിപ്പിച്ചു. നമ്മൾ തിരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. ഡാൻസ് ആണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. വൺ മോർ ഇൻസ്റ്റഗ്രാമിൽ എന്നറിയപ്പെടുന്ന യാസീൻ അവതരിപ്പിക്കുന്ന ആക്രോബാറ്റിക്കൽ വിത്ത് അക്രോബാറ്റിക് ആണ് ഇവിടെ പൊന്മുട്ടികൾ നടക്കുന്നത്. ഷോ എന്ന് പറഞ്ഞാൽ പാർട്ടി ഷോ. കഴിയുന്ന 1, 2, 5, 10 കൊടുത്ത് ഈ കലാകാരനെ നമ്മൾ അനുഗ്രഹിക്കേണ്ടതാണ്, ആശീർവദിക്കേണ്ടതാണ്. കടന്നു വരൂ. കണ്ട് മടുക്കൂ. ഇവിടെ കടന്നു വരികയാണ്. യാസീന് വഴി കൊടുക്കൂ. താഴ്ന്ന യാസീൻ ഇൻസ്റ്റഗ്രാമിൽ പ്രമുഖൻ. കുട്ടികളുടെ കണ്ണിലുണ്ണി. കടന്നു വരൂ. യാച്ചീസിന്റെ സെൽഫി എടുക്കാൻ 50 രൂപ മാത്രം. 50. എല്ലാരും സപ്പോർട്ട് യാസിന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർ ആദ്യം പറയുന്നത് കരിമിഴിക്കുരുവി. അവന്റെ ആദ്യത്തെ അക്കൗണ്ട്. രണ്ടാമത്തെ അക്കൗണ്ട് പറക്കുന്ന യാസീനാണ് കടന്നു പോകുന്നത്. സൈഡ് കൊടുക്കുക. മുത്തുമണിക്ക് ഉമ്മ എന്നൊരു സീരിയലിലൂടെ അടുത്തതായി കടന്നു വരാൻ പോകുന്ന യാസീനാണ് വഴി കടന്നു പോകുന്നത്. എല്ലാവരും കുത്തി പാട്ട പറക്കി യാസീന് കൊടുക്കേണ്ടതാണ്. അവനൊരു വരുമാന മാർഗമാകും. യാസീൻ എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്? വാക്കുകളില്ല. അടിച്ചു കയറി എന്നാണ് യാസീൻ ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തിനും അങ്ങോട്ട് വണ്ടി ഇരിക്കുന്നത് അവിടെയാണ്. എല്ലാവരും സൈഡ് മാറേണ്ടതാണ്. പ്രമുഖ യൂട്യൂബർ, അതേപോലെ തന്നെ കണ്ണിലുണ്ണിയായ കടന്നു വരൂ. നമ്മൾ വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. യാസീൻ എന്ന അനുഗ്രഹീത കലാകാരനെ അനുഗ്രഹിക്കേണ്ടതാണ്. കയ്യിലുള്ളത് 5, 10, 100, 1000, 2000 എത്രയാലും കമ്മിറ്റി സ്വീകരിക്കുന്നതാണ്. യാസീൻ എന്ന കലാകാരൻ കുപ്പി പാട്ട പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ക്രിമിനൽ കേട്ട് കടന്നു വരൂ. ഈ വഴിയിൽ വരുന്നവർ കടന്നു വരൂ. ഇവിടെ കച്ചവടമില്ല. ഇനി 1/2 മണിക്കൂർ കഴിഞ്ഞാൽ മുകളിലാണ് കച്ചവടം. കുറച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് യാസീൻ സ്ഥലം വിടുന്നതാണ്. അതിനു മുമ്പ് കാണേണ്ടവർ വരിക, കാണുക, ആസ്വദിക്കുക. യാസീൻ പാവനാദിക്കുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ ഇതാ പൊന്മുടിയിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു പൊന്മുടി വ്ളോഗ് അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, മറ്റൊരു കിട്ടി നമ്മൾ കാണുന്നത്. എല്ലാവർക്കും ബൈ ബൈ.